ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ബ്ലേസി. ഞാനൊരു ക്രൂ ആയിട്ട് വർക്കുകയാണ്, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്കുകയാണ് ഖത്തർ എയർവേസിൽ. സോ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ഹായ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് വയ്യാന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഞാനൊരു ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നുള്ളൂ, എനിക്ക് വലിയ സീനില്ല. ചെറിയൊരു ശബ്ദ വേരിയേഷൻ ഉള്ളു, പക്ഷെ എനിക്ക് വയ്യായിരുന്നു, പാടില്ലായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അതാണ് കുറച്ച് പേരൊക്കെ എന്നോട് മെസ്സേജ് അയച്ചായിരുന്നു, കുറേ ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ഇത് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കുറച്ച് വയ്യാണ്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുഴപ്പമില്ല, ഭേദമുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇതിനെ പറ്റിയാണെന്ന് വെച്ചാൽ ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻ്റർവ്യൂ റൗണ്ട്സിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂവിനെ പറ്റി കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചായിരുന്നു, കമൻസൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ കഴിവത് ഇൻസ്റ്റാഗ്രാമിൽ വന്നതൊക്കെ ഞാൻ റിപ്ലൈ എടുത്തായിരുന്നു. പിന്നെ കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യനും ഇതൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ആക്കാമെന്ന്. ഡൗട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ അതിന് കിട്ടിയത്. അപ്പം ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ ഓർക്കണം, മറക്കരുത്. ഇപ്പം കൂടുതലായിട്ട് വന്ന കുറച്ച് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ടെസ്റ്റിനെ കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിലർ ചോദിച്ചാൽ അത് എങ്ങനെയാണ് ആ ടെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ ടെസ്റ്റാണ്. നോർമൽ മൾട്ടിപ്പിൾ ചോയ്സ് ആ സംഭവം പോലെയാണ്. പിന്നെ ലാസ്റ്റ് മാത്രം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, വേർഡ് നമ്മൾ സെലക്ട് ചെയ്യണത്. പിന്നെ ലാസ്റ്റ് ഒരു കോൺവെർസേഷൻ ടൈപ്പ് ഉണ്ട്, അത് ഫില്ലാണ്. നോർമൽ ഒരു ക്രൂ പാസഞ്ചർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു ഫില്ലാണ്. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് ആ സംഭവം, അപ്പോൾ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ലാസ്റ്റ് ഒരു സെക്ഷൻ മാത്രം ഉണ്ടാവും. സംഭവം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല, ടൈം ലിമിറ്റിൻ്റെ ഒരു മാത്രമേ അതിൽ വരാൻ ചാൻസ് ഉള്ളൂ. പെട്ടെന്ന് പറയാം, വീഡിയോ വലുതാക്കണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ് കാണാൻ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ടാറ്റുവിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റു പണ്ട് ഞാൻ ചേർന്ന സമയത്തൊന്നും അലൗഡ് ആയിരുന്നില്ല ഒരു സ്ഥലത്ത്. അതായത് ഇവൻ നമ്മുടെ ക്യാബിൻ ക്രൂ യൂണിഫോമിൻ്റെ വിസിബിൾ അല്ലാത്ത ഭാഗത്ത് പോലും ഡിക്ലെയർ ചെയ്യണം, ഇടാൻ പാടില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് ടാറ്റു ആവാം. ബട്ട് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ഇട്ട് വിസിബിൾ അല്ലാത്ത ഭാഗത്ത് നമുക്ക് ടാറ്റു അടിക്കാം എന്ന് ഇപ്പോൾ ആയിട്ടുണ്ട്. സോ ടാറ്റൂസ് അലൗഡ് ആണ്. ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ വിസിബിൾ അല്ലാത്ത ഏരിയാസിൽ മാത്രം. ഓക്കെ. പിന്നെ ബേസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയായിരിക്കും നമ്മുടെ ബേസ്. കാരണം ചില എയർലൈനിൽ പല സ്ഥലത്ത് ബേസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഐ തിങ്ക് മോസ്റ്റ്ലി ഇൻ്റർനാഷണൽ എയർലൈൻ ഞാൻ തോന്നുന്നു, നോട്ട് മിസ്റ്റേക്കൺ, നമുക്ക് ഇൻ്റർനാഷണൽ എയർലൈൻ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ വരെ നമുക്കൊരു ബേസ് ഉള്ളു. ഓക്കെ, ഇവിടുത്തെ കാര്യം മാത്രം പറയാം. എന്താ സംഭവിച്ചാൽ ഇവിടെ ഖത്തർ എയർവേസിന് ഒരു ബേസ് ഉള്ളൂ, അത് ദോഹയിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ എമിറേറ്റ്സിന് ദുബായ് ഉള്ള പോലെ ഖത്തർ എയർവേസിന് ഒരു ബേസേ ഉള്ളൂ, അത് ദോഹയിൽ. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ക്വാളിഫിക്കേഷനിൽ ചോദിക്കും, ഒരു പോയിൻ്റായിട്ട് അവരെടുത്ത് ചോദിക്കണം കൂടെയുണ്ട്, വില്ലിങ് ടു റീലൊക്കേറ്റ് ദോഹ, കാരണം അതൊരു ബേസാണ്. അതാണ് ബേസ്. പിന്നെ ചോദിച്ച ഒരാളാണ് ആണുങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമെന്ന്. ഓഫ് കോഴ്സ് എല്ലാവർക്കും ക്യാബിൻ ക്രൂ ആവാം, ആണ് പെണ്ണെന്ന് ഒരു വേർതിരിവില്ല, നമുക്ക് എല്ലാവർക്കും ക്യാബിൻ ക്രൂ ആവാം. അങ്ങനെ ആണുങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവാൻ പാടില്ലൊന്നുമില്ല, അടിപൊളിയായിട്ട് ആണുങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവാം. പിന്നെ അബൌട്ട് ഏവിയേഷൻ കോഴ്സ്, ക്യാബിൻ ക്രൂ കോഴ്സ് എന്നോട് കുറേ പേര് ചോദിച്ചു. ഞാൻ ഓൾറെഡി ഇത് 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഏതെങ്കിലും നല്ല കോഴ്സ് ഉണ്ടോ, നല്ല കോഴ്സ് റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കോഴ്സ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കരിയർ ജേണിയോ അല്ലെങ്കിൽ അത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി സംഭവം സെപ്പറേറ്റ് ഇടാം. അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ PG കഴിഞ്ഞ് PG എക്സാം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ട് അപ്ലൈ ചെയ്ത്. ഞാൻ അതിന് മുന്നേ വെറുതെ ചെയ്തിടുമായിരുന്നു, അക്കൗണ്ടൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയപ്പോൾ തന്നെ PG തുടങ്ങിയപ്പോഴേ അതും ആക്കിയിട്ടുണ്ടായുള്ളൂ. ബട്ട് ഇതിന്
എൻ്റെ PG ലാസ്റ്റ് സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ കോഴ്സൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹിജാബ് അലൗഡ് ആണോ എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു ക്യാബിൻ ക്രൂവിന്. അലൗഡ് അല്ല എന്നുവെച്ചാൽ നമ്മൾ ഓൺ ബോർഡ് കയറുമ്പോൾ നമ്മുടെ യൂണിഫോം എന്താണോ അത് മാത്രമേ നമുക്ക്, അതായത് ഹാറ്റ് ഇത് എല്ലാവരും എന്താ ഈക്വലി പോലെ ഇതാണ്. വേറെ എക്സ്ട്രാ നമുക്ക് ആ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സോറി കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടല്ലേ ഞാൻ. പിന്നെ സ്പെക്സിനെ പറ്റി കുറച്ച് ചോദിച്ചായിരുന്നു, കണ്ണട പറ്റുമോ എന്നുള്ളത്. കണ്ണട അലൗഡാണ്. പിന്നെ സർട്ടൻ കളേഴ്സും മെയിൻലി ബ്ലാക്ക് സർട്ടൻ ഫ്രെയിമിൻ്റെ ഷേപ്പ്, കളേഴ്സ് ഇതൊക്കെയാണ് അലൗഡ് ഉള്ളത്. അത് ഓൾറെഡി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ പറയും ഏതൊക്കെ ഷേപ്സ് ആണ്, ഏതൊക്കെ ഫ്രെയിമാണ് അലൗഡ് ഉള്ളതെന്നൊക്കെ. ഏതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അവർ പറയും. സ്പെക്സ് അലൗഡാണ്. ഓക്കെ, വീഡിയോ ഫുള്ള് ചുമയും കുറേയൊക്കെ ആയിട്ട് മാറും. പിന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഓഫ് കോഴ്സ്, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗൈസ്. ഞാൻ ഫ്രഷറായിരുന്നു. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് കൂടിയാണ് ഞാനിതിൽ അപ്ലൈ ആക്കിയത്. കാരണം അതിൽ ഓൾറെഡി ഞാനിങ്ങനെ ഇതുപോലെ കുറേ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു അപ്ലൈ ആക്കാൻ. അതിലെടുത്ത് പറയണില്ല, പക്ഷെ അതിൽ എക്സ്പീരിയൻസ് ചോദിക്കണുണ്ടായില്ല. ക്വാളിഫിക്കേഷൻ അതിൽ എക്സ്പീരിയൻസ് അതിൽ പക്ഷേ ഓൾറെഡി ചോദിച്ചായിരുന്നു. എന്താണ് ഇങ്ങനെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലെന്തോ 1 വർഷത്തോളം എന്തോ ഇതൊക്കെ വേണമെന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഇതിലങ്ങനെ ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് ഓൾറെഡി അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കുറച്ച് വീഡിയോയിലും കണ്ടു. അപ്പം അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. സോ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ മാരീഡായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാമോ? ഓഫ് കോഴ്സ്, മാരീഡായ ആൾക്കാർക്കും ക്യാബിൻ ക്രൂ ആവാൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ചിലർക്ക് പിന്നെ വേറെ ചിലർക്കുള്ള ഡൗട്ടാണ്, ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കാമോ, വന്നിട്ട് എന്താണ് പ്രഗ്നൻറ്റ് ആയാൽ സീനുണ്ടോ? ഒന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയാൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അതേ ഉള്ളൂ. നമുക്ക് ഓൺ ഗ്രൗണ്ട് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മിഥ്യ ധാരണകളാണ് ക്യാബിൻ ക്രൂ ആയാൽ. പണ്ട് ഞാൻ കുറേ കേൾക്കുന്നുണ്ട്, ക്യാബിൻ ക്രൂ ആയാൽ കല്യാണം കഴിക്കാൻ പറ്റൂല, പിന്നെ ക്യാബിൻ ക്രൂ ആയാൽ എന്താ കൊച്ചുങ്ങളുണ്ടാവാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ ഞാൻ പണം കേൾക്കുമായിരുന്നു. അതൊന്നുമില്ല ഗൈസ്, എല്ലാം ശുശു. പിന്നെ ഖത്തർ എയർവേസ് ഇൻ്റർവ്യൂസിന് ബ്ലേസർ കോട്ട് ഇടണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. നിർബന്ധം ഉണ്ടായില്ല, ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. ബട്ട് ഇടാം. അവർ പറയുന്നത് ബിസിനസ് അറ്റയർ ആയിരിക്കണം എന്നാണ്. സോ ബ്ലേസർ ഇട്ട കുറേ പേരുണ്ടായിരുന്നു. സോ അതല്ല, പ്രോപ്പർ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് അറ്റയർ അതാണ് വേണ്ടത്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഫൈനൽ ഇൻ്റർവ്യൂ ആയപ്പോൾ അപ്പോഴാണ് അവർ എടുത്തു പറഞ്ഞത് ഇങ്ങനെ ഒരു മോഡൽ. അവർ പറഞ്ഞ ഒരു സ്കേർട്ട് സ്റ്റോക്കിങ്സ് ഒക്കെ ആയിട്ട് ഇത് അവർ കാണിച്ചു തരും. സെലക്ട് ആയിട്ട് ലാസ്റ്റ് സെലക്ട് ആർക്കും ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 40 പേരാണ്, 3040 പേര് സെലക്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ അവർ പറയും ഇങ്ങനൊരു ക്യാബിൻ ക്രൂ ഇതിന് വേണ്ടി നിങ്ങളെ കണ്ടാൽ കൊള്ളാം. സോ ഈ ഒരു മോഡൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ റെഡിയായി വരണമെന്ന് അവർ പറഞ്ഞ്. സോ ബ്ലേസർ അതിന് മുന്നേ ഒക്കെ ഇടാം. ബ്ലേസർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടാത്തതുകൊണ്ട് എന്നുള്ളൊരു വേർതിരിവൊന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ എപ്പോഴാണെന്ന് ചോദിച്ചായിരുന്നു. എൻ്റെ കോഴ്സ് കഴിയണത് ജൂലൈ എന്തായിരുന്നു എൻ്റെ കോഴ്സ് കഴിഞ്ഞത് ഓഗസ്റ്റിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഓഗസ്റ്റിൽ ഇൻ്റർവ്യൂ എടുത്ത് സെപ്റ്റംബർ ഒരു പാതിയൊക്കെ ആയപ്പോൾ അറിഞ്ഞ്. ആ സമയത്ത് കുറച്ച് പെട്ടെന്ന് അറിഞ്ഞായിരുന്നു ഞാൻ. അപ്പോൾ ജൂലൈ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് ഓഗസ്റ്റ് ലാസ്റ്റ് ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. സെപ്റ്റംബറൊക്കെ ആയപ്പോൾ അറിഞ്ഞ്. സെപ്റ്റംബറൊക്കെ ആയപ്പോൾ അറിഞ്ഞെന്ന് തോന്നുന്നു. ഒക്ടോബർ ആയിരുന്നു എൻ്റെ ഫ്ലൈയിങ് ഡേറ്റ് ഒക്കെ കിട്ടി വെച്ചത്. ഓക്കെ, പിന്നെ അതിന് ശേഷം എന്തെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടാം. എനിക്ക് ചുമയും പിന്നെ ഈ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഭയങ്കര സംസാരമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വാക്കുകൾ തമ്മിൽ എൻ്റെ കൂട്ടിയിടിക്കണമുണ്ട്, ചുമ ഇടക്കിടക്ക് വന്നുണ്ട്. സോ സോറി. പിന്നെ ട്രെയിനിങ് ഇല്ലേ എന്ന് ചോദിച്ചായിരുന്നു. ട്രെയിനിങ് ഉണ്ട്.
ട്രെയിനിങ് നമുക്കൊരു 2-2.5 മാസത്തോളം ട്രെയിനിങ് ഉണ്ട്. സേഫ്റ്റി ഉണ്ടാവും ഒരു മാസത്തോളം. പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസ്, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെ ട്രെയിനിങ് ഉണ്ട്. ചിലർ വിചാരിക്കുന്നത് cabin crew ആവാൻ ഒന്നും വേണ്ട, കഴിഞ്ഞ് വന്നാൽ മതി എന്നാണ്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ഫയർ ഡ്രില്ല്, അങ്ങനെ കുറേ ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് കിട്ടിയ 2-3 ഇത്രയും ചോദ്യങ്ങൾ. ഇതാണ് ഞാൻ എഴുതി വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോറി, ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം ചുമകളൊക്കെ കേട്ടത് നിങ്ങൾ കേൾക്കേണ്ടി വന്നതിന്. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചൊരു പെട്ടെന്നൊരു ക്വിക്ക് നിങ്ങളുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പെട്ടെന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആക്കിയത്. ഞാൻ പറഞ്ഞുള്ളൂ, ഒക്കെ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. മിനിമം ഫ്ലൈ ചെയ്യണത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇനിയും ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഞാനിനി ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. അപ്പം അതിന് കിടന്നുറങ്ങണം. എന്നിട്ട് രാത്രി എനിക്ക് പോകണം. രാത്രി എനിക്ക് എപ്പോഴാണ് ഫ്ലൈറ്റ്? എനിക്ക് 3-4 മണിക്കെന്തോ ഫ്ലൈറ്റ്, പക്ഷേ എനിക്ക് 1 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിലേ ഒക്കെ വന്നതിന് കാരണങ്ങൾ ഇതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. സോറി, ഈ വീഡിയോയിൽ കുറച്ച് മെസ്റ്റപ്പായി പോയതിന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.